നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പുഴു എന്ന സിനിമയെക്കുറിച്ച് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാനിവിടെ എടുക്കുന്നത്. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം അവരെല്ലാം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലുള്ളത് പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് മുതിരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സെൻറ്റ് മേരീസ് കോളേജാണ് വയനാട്ടിലുള്ള. അപ്പോൾ അവിടെ ഞങ്ങളെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ചിരുന്നത് ഒരു പള്ളിയിലച്ഛനായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ലിറ്ററേച്ചർ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ലിറ്ററേച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം കല എന്താണ്, അതിൽ എങ്ങനെയാണ് നമ്മൾ കലയെ കാണേണ്ടത്, അതിൽ ഏത് തരത്തിലുള്ള ആളുകളുണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു നോവൽ എഴുതുകയാണ് അല്ലെങ്കിൽ ഒരു കഥ എഴുതുകയാണെങ്കിൽ അതിൽ രണ്ട് ഗ്രൂപ്പ് ആളുകളുണ്ട്. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ അവർ കഥ അല്ലെങ്കിൽ കല എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ആർട്സ് ഫോർ ആർട്സേ, ആ കല എന്തു പറയുന്നു അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ് ഫോർ മൊറാലിറ്റീസേ, അതായത് നമ്മൾ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു നന്മയെക്കുറിച്ചാണ്, ഒരു മൊറാലിറ്റിയെക്കുറിച്ചാണ് കഥ പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഗുണപാഠം ഉണ്ടാകും. ആ ഗുണപാഠം നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്നതായിരിക്കും. പക്ഷേ ആർട്സ് ഫോർ ആർട്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ സാധാരണ നടക്കുന്നത് പോലൊരു കഥ, അതിലൊരു പക്ഷേ വില്ലൻ ജയിക്കും, അല്ലെങ്കിൽ നായകൻ ജയിക്കും, അല്ലെങ്കിൽ നന്മ ജയിക്കും, അല്ലെങ്കിൽ തിന്മ ജയിക്കും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആർട്ടിലുള്ള കലയിലുള്ള എന്തെങ്കിലും രൂപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൂടുതലും ആർട്സ് ഫോർ മൊറാലിറ്റീസേ, അതായത് നന്മ ജയിക്കുന്ന പോലുള്ള കഥകളാണ്. അപ്പോൾ ഇന്ത്യൻ കഥകൾ പണ്ട് തൊട്ടേ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പുരാണങ്ങളിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ അത് ആർട്സ് ഫോർ മൊറാലിറ്റീസേ ടൈപ്പ് ഓഫ് കഥകളാണ്. ആ സമയം നമ്മൾ ഇപ്പം വിദേശത്തുള്ള കലാരൂപങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കലാരൂപം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമയെ നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് സിനിമകൾ ആർട്സ് ഫോർ ആർട്സേ ടൈപ്പ് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രേതകഥയാണെന്ന് വിചാരിക്കുക. ആ പ്രേതകഥയിൽ നമ്മുടെ നായകന്മാരോ നായികമാരോ ഒക്കെ കൂടിയിട്ട് പ്രേതങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിലും അതിൻ്റെ അവസാനമാകുമ്പോൾ ഒരു കുട്ടിച്ചെറുത്താനെങ്കിലും ഓടി രക്ഷപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എൻഡിങ് പോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആർട്സ് ഫോർ ആർട്സ് മൂവീസ് ഹോളിവുഡിലൊക്കെ ഒരുപാടുണ്ട്. അതിന് വലിയ കോൺട്രവേഴ്സി ഒന്നും അവിടെ നടക്കാറില്ല. അവിടുത്തെ ആളുകൾ അതിനെ വലിയ രീതിയിലൊന്നും ചോദ്യം ചെയ്യാറില്ല. അതിന് അവർ ആർട്സ് ഫോർ ആർട്സേ എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് പലരും പറയാറുണ്ട്. അവർ ആർട്സ് ഫോർ മൊറാലിറ്റീസയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുമാത്രമല്ല, ജാതീയമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളിലെല്ലാം ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. ശരി, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇനി പുഴു എന്ന സിനിമയും അതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ സാധാരണ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഇരുന്നിട്ടാണ് സാധാരണ സിനിമ കാണാറ്. എൻ്റെ മക്കളും കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഓൾമോസ്റ്റ് പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന ഹോളിവുഡ് മൂവീസ് എല്ലാം ഒരുപാട് കാണാറുണ്ട്. ഫ്രഞ്ച് മൂവീസ് കാണാറുണ്ട്, ജാപ്പനീസ് മൂവീസ്, കൊറിയൻ മൂവീസ് കാണാറുണ്ട്, കുറേ തായ്ലൻഡ്, ഇന്തോനേഷ്യൻ മൂവീസ് ഒക്കെ കാണാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം സിനിമകൾ, തമിഴ് സിനിമകൾ, പിന്നെ തെലുങ്ക് സിനിമകൾ, കന്നഡ സിനിമകൾ, അതുപോലെ തന്നെ ഹിന്ദി സിനിമകൾ, ബംഗാളി സിനിമകൾ, അങ്ങനെ നല്ല സിനിമകളാണെങ്കിൽ ഒരുപാട് ലാംഗ്വേജ് അത്ര ഒരു ബാരിയറായിട്ട് തോന്നാറില്ല. ഞങ്ങൾ സിനിമകൾ കാണാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമുക്ക് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയാറുണ്ട്. നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റാറുണ്ട്. പല സിനിമകളും കുറിച്ച് ഞങ്ങൾ പിന്നീട് സംസാരിക്കാറുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ ഓരോ ഷോട്ട്, ആ ഷോട്ടിലുള്ള ലൈറ്റിങ്, അത് എങ്ങനെയുള്ള ഷോട്ടാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്, ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സിനിമയെക്കുറിച്ച് എനിക്കുള്ളത്. അപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അല്ല തിരക്കഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കഥകൾ എഴുതിയിട്ടില്ല, കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഞാൻ ഈ പുഴു എന്ന സിനിമയെക്കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. ഞാനത് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് തന്നെ അതൊരു വലിയ കോൺട്രവേഴ്സറി സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ സമൂഹം അന്ന് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പക്ഷേ എൻ്റെ ഭാര്യയുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നന്നായിരുന്നു സിനിമ, മമ്മൂട്ടിയുടെ അഭിനയവും സൂപ്പറായിരുന്നു എന്നാണ് അവൾ പറയേണ്ടത്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ കണ്ടപ്പോൾ തന്നെ അത് ഒരു ഹിന്ദു വിരുദ്ധമായ സിനിമയാണ്, ഒരു സവർണ വിരുദ്ധമായ സിനിമയാണ് എന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നുകയുണ്ടായി. അന്നേരം തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയുണ്ടായി, ഇത് ഒരു ഹൈലി കോൺട്രവേഴ്സറി ആയിട്ടുള്ള ഒരു സിനിമയായി തീരും എന്ന് പറയുകയുണ്ടായി. അതാണുള്ള എനിക്ക് തോന്നിയ കാര്യം. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സിനിമ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോടൊരു കഥ പറയുകയുണ്ടായി. അവിടെ, അതായത് എൻ്റെ ഭാര്യ തമിഴത്തെയാണ്, അവരുടെ നാട്ടിൽ ജാതീയമായിട്ടുള്ള കലാപങ്ങളും ഇഷ്യൂകളും ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഒരു കഥ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ജാതിയിൽ നിന്ന് ഉള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ജാതിയിലെ പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലാവുകയും അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ചുണ്ടായ കലാപത്തിൽ 153 പേര് മരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും ഇങ്ങനെയുള്ളൊരു സംഭവം ഒരു സാധാരണ കാര്യമായിട്ട് ചിന്തിക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് വലിയ ജാതീയമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. മതപരമായിട്ടുള്ള ഇഷ്യൂസ് തന്നെ ഈ അടുത്ത കാലത്ത് കുറച്ചുണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഇതിനു മുമ്പൊന്നും നമ്മളിങ്ങനത്തെ ഇഷ്യൂസ് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ വായിച്ച ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജകുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അവരുടെ എന്താ പറയുക, അവരുടെ സ്ഥലത്ത് കുടികിടപ്പുള്ള താഴ്ന്ന ജാതിക്കാരനുമായിട്ട് കല്യാണം കഴിച്ച കഥ ഞാൻ മനോരമയിൽ ഒരു ഫുൾ പേജായിട്ട് വായിക്കുകയുണ്ടായി. അപ്പം ജാതീയമായിട്ടുള്ള അത്ര വലിയ ഇഷ്യൂസൊന്നും നമ്മൾ ഇവിടെ കാണാറില്ല. എസ്പെഷ്യലി ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആളുകളെ കൊല ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു കഥ റീസെൻറ്റ് പാസ്റ്റിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണർക്ക് മാത്രമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ തീവ്രവാദികളായ ആൾക്കാരെയൊക്കെ അവർ പാവങ്ങളാണെന്ന് എടുത്തു കാണിക്കുന്ന പോലുള്ള ഇതൊക്കെ തീരെ കറക്റ്റായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇഷ്യൂസുമായിട്ടൊന്ന് നോക്കിയാൽ, പല ഡിസ്കഷനിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, മമ്മൂട്ടി തന്നെ ഇങ്ങനെ ഒരു കഥ പ്രപ്പോസ് ചെയ്യും, അത് ഒരാൾ എഴുതുകയും അതാണ് പിന്നീട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തികച്ചും മോശമായിപ്പോയി. ഇപ്പം മമ്മൂട്ടിയെപ്പോലുള്ള വലിയൊരു നടൻ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ആരാധകരുള്ള ഒരു നടനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ ഇങ്ങനെയൊരു സിനിമ ചെയ്യുമ്പോൾ അത് പാസ് ചെയ്യുന്ന മെസ്സേജ്, അദ്ദേഹം അങ്ങനെ മനസ്സിൽ കൂടെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് പാസ് ചെയ്യുന്ന മെസ്സേജ് വളരെ നല്ലൊരു മെസ്സേജല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ് സിനിമയെ തന്നെ എടുക്കാം. അവിടെ രജനീകാന്ത് ഉണ്ട്, കമൽഹാസനൊക്കെ ഉണ്ട്. അവർ എങ്ങനത്തെ ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാലും എല്ലാ ആളുകളെയും ഒന്നിച്ച് നിർത്തുന്ന പോലെയുള്ള സിനിമകളാണ് എടുക്കാറുള്ളത്. അവരെങ്ങനെയാണ് ആരാധകരെ പറയാൻ മക്കൾ എന്നാണ് പറയുക, അല്ലേ? നമ്മൾ മക്കൾ പറയുന്ന പോലെ അവരുടെ ആരാധകരെ അവർ മക്കളെന്നാണ് പറയുക. മക്കളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് അവരെടുക്കുക. അല്ലാത്തൊരു സിനിമ അവർ ഒരിക്കൽ പോലും എടുത്തതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള വലിയ നടന്മാർ, മമ്മൂട്ടി, മോഹൻലാൽ,
സുരേഷ് ഗോപി തുടങ്ങിയ നടന്മാരൊന്നും ഒരിക്കലും അങ്ങനെയുള്ള ഒരു സിനിമ എടുത്ത് ഒരു നെഗറ്റീവ് മെസ്സേജ് പാസ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ അതേപോലെ തന്നെ പൃഥ്വിരാജ് ഉണ്ട്, അതേപോലെ ഫഹദ് ഫാസിലുണ്ട്, അങ്ങനെ പല നല്ല നല്ല നടന്മാരുണ്ട് അല്ലേ. ഇവരൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥയെടുത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ വേർപിരിക്കുന്നത്, അവരുടെ മനസ്സിലേക്ക് വേറൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു മെസ്സേജല്ല. കാരണം സിനിമയിൽ കൂടെയാണ് ഇപ്പോൾ ഒരുപാട് മെസ്സേജ് നമ്മുടെ യങ്സ്റ്റേഴ്സിലേക്ക് പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മളൊരു അജണ്ട വെച്ച് ഒരു സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് തീരെ നല്ലൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയോ മോഹൻലാലോ എടുക്കുക, അവർക്ക് സിനിമയെക്കുറിച്ച് എല്ലാം അറിയുന്നവരാണ്. അവർക്ക് വേണ്ടി കഥ വായിക്കാൻ ആളുകളുണ്ട്. അവർ തന്നെ കഥകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് അവർ സിനിമ എടുക്കുക. അപ്പോൾ പുഴു എന്ന ഒരു സിനിമ എടുത്തപ്പോൾ മമ്മൂട്ടിക്ക് ആ സിനിമയുടെ മെസ്സേജ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയെ പോലുള്ള മഹാനായ ഒരു നടൻ എങ്ങനെയൊരു സിനിമ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് പോലെയുള്ള മഹാനായ ഒരു നടൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു നല്ല മെസ്സേജ് പാസ് ചെയ്യുന്നുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നമ്മുടെ നാടിനും നമ്മൾക്കും അദ്ദേഹത്തിനും ആ സിനിമ എടുക്കുന്ന ആരാണോ അവർക്കും നല്ലത് എന്ന് പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു കഥ എഴുതുന്ന ആൾ നല്ല കഥകൾ എഴുതൂ, നല്ല മെസ്സേജ് പാസ് ചെയ്യൂ, ഒരു എന്താ പറയുക, നല്ലൊരു മോറൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പാസ് ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട് കുറച്ചുകൂടെ നന്നാകും അല്ലേ. ഒരു വിദ്വേഷമൊന്നുമില്ലാതെ, ജാതിയും മതമൊന്നും നോക്കാതെ, അതേപോലെ ഇങ്ങനെയുള്ള വിദ്വേഷങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇനിയും ബെറ്ററായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരായിരിക്കണം. അതായത് ആർട്സ് ഫോർ ആർട്സ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതൊരു സിനിമയാണ്, ആ സിനിമയിൽ കൂടുതൽ ഇതിലൊന്നുമില്ല, കാണുക, അഭിനയം നന്നായിട്ടുണ്ടോ, കഥ നന്നായിട്ടുണ്ടോ, അതിലെ മെസ്സേജ് ഒന്നും എടുക്കാതെ ഒരു നല്ല സിനിമ കണ്ടു എന്ന് പറഞ്ഞ് വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നോക്കും, ഒരു സിനിമ കണ്ട് ആ പാട്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആക്കുക, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു ആംബുലൻസ് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാരുടേതാണെന്ന് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കുക, ഒരു ബ്ലോഗ് എഴുതുമ്പോൾ ആ ബ്ലോഗിൽ എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കുക, ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കുക, ആരെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കുക. ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. ആർട്സ് ഫോർ ആർട്സ് ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എങ്ങനത്തെ സിനിമ വേണമെങ്കിലും നമുക്കെടുക്കാം, എങ്ങനത്തെ സിനിമ വേണമെങ്കിലും നമുക്ക് ആസ്വദിക്കാം. പക്ഷേ നമ്മൾ ചില സിനിമകൾ മാത്രം തിരഞ്ഞുപിടിച്ച്, ചില ജാതികളെ മാത്രം തിരഞ്ഞുപിടിച്ച്, ചില മതങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് അതിൽ മാത്രം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളതെങ്കിൽ അങ്ങനത്തെ സിനിമ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എല്ലാവരും ഒരേപോലെ സിനിമ മാത്രം കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ മെസ്സേജ് വളരെ ക്ലിയറാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വലിയ വലിയ നടന്മാർ, മഹാന്മാരായ നടന്മാർ, ഒരുപാട് കഴിവുകളുള്ള നടന്മാർ, അവർ സിനിമകളിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ആ പണം സമ്പാദിക്കുന്നതിൻ്റെ കൂടെ നമുക്കൊക്കെ കൂടെ നമ്മളെപ്പോലുള്ള ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മെസ്സേജ് പാസ് ചെയ്യൂ. അല്ലാതെ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന മെസ്സേജുകളെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് ഭംഗി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.